OET ലെറ്റേഴ്സിൽ ഏതൊക്കെ കണക്റ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ കണക്റ്റേഴ്സാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്തത്, ഇങ്ങനെ കണക്റ്റേഴ്സ് റിലേറ്റഡ് ഒരുപാട് ഡൗട്ടുകൾ സ്റ്റുഡൻസിൻ്റെ മൈൻഡിൽ ഉണ്ടാവാറുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണക്റ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വിഷ്ണു ആൻഡ് നമ്മുടെ OET സീരീസിലെ 4ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ഈ കണക്റ്റേഴ്സ്? കണക്റ്റേഴ്സ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ, അതായത് മേ ബി നമ്മൾ 2 കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലെ കുറച്ച് ഇൻഫർമേഷൻ എന്ന് പറയാം, ഈ ഇൻഫർമേഷനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ 2 സെൻറ്റൻസിലായിട്ട് 2 or more പീസ് ഓഫ് ഇൻഫർമേഷനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണക്റ്റേഴ്സ് എന്ന് പറയുന്ന വേർഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കണക്റ്റേഴ്സ് ആഡ് ചെയ്യുന്നത് വഴി നമ്മുടെ സെൻറ്റൻസിന് കൂടുതൽ ക്ലാരിറ്റി കിട്ടുകയും നമ്മൾ എന്ത് കാര്യമാണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് കൺവേ ചെയ്യാനും സാധിക്കും. ഈ ബെനിഫിറ്റുകൾ കൊണ്ടാണ് നമ്മൾ എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ കണക്റ്റിംഗ് ഫ്രേസസ് അല്ലെങ്കിൽ കണക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി OET ലെറ്റേഴ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് കണക്റ്റേഴ്സ് ഉപയോഗിക്കുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് വൺ, കോൺട്രാസ്റ്റ് കാണിക്കാൻ. കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ്. ഓക്കെ, ആ ഒരു കാര്യം ആൻഡ് അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇങ്ങനെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒരു സെന്റൻസിൽ അല്ലെങ്കിൽ 2 സെന്റൻസിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കണക്റ്റേഴ്സിനെ യൂസ് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു യൂസ് ആണ് കോസ് ആൻഡ് എഫക്ട് കാണിക്കാൻ. കോസ് ആൻഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം സംഭവിച്ചു, അത് കാരണം അല്ലെങ്കിൽ അതുമൂലം ഇങ്ങനെ ഒരു കാരണം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്തു അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായി, അത് കാരണം നമ്മൾ ഇങ്ങനെ ഒരു രണ്ടാമതൊരു കാര്യം ചെയ്തു. ഇതാണ് കോസ് ആൻഡ് എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത് ആ ഒരു ടൈം ഫ്രെയിം കാണിക്കാനാണ്. ആദ്യം ഈ ഒരു കാര്യം നടന്നു, അതിനുശേഷം ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, ഇങ്ങനെ ആ ഒരു ടൈം ഫ്രെയിം കാണിക്കാൻ വേണ്ടി. ഈ 3 പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് OET ലെറ്റേഴ്സിൽ കണക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം കോൺട്രാസ്റ്റ് കാണിക്കാൻ. ഇപ്പൊ കോൺട്രാസ്റ്റ് കാണിക്കാൻ ഹൗവർ പോലെയുള്ള കണക്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ ജോൺസ് കണ്ടീഷൻ ഈസ് സ്റ്റേബിൾ, however he appears restless and worried about his condition. ഇവിടെ 2 സെന്റൻസ് ആണുള്ളത്. ആദ്യത്തെ സെന്റൻസിൽ എന്താ പറയുന്നത്? മിസ്റ്റർ ജോണിന്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആണ്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ എന്താ പറയുന്നത്? പക്ഷേ എന്നാലും അയാളുടെ കണ്ടീഷൻ, അയാളുടെ ഹെൽത്ത് ഓർത്ത് ഭയങ്കര വറീഡ് ആണ്, റെസ്റ്റ്ലെസ് ആണ്. അപ്പൊ ഇവിടെ എന്നിരുന്നാലും ഓക്കെ, ആദ്യത്തെ സെന്റൻസിൽ ഒരു കാര്യം പറഞ്ഞു, രണ്ടാമത്തെ സെന്റൻസിൽ കുറച്ച് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറഞ്ഞു. ആ ഒരു കോൺട്രാസ്റ്റ് കാണിക്കാനായിട്ട് ഇവിടെ നമ്മൾ ഹൗവർ എന്ന് പറയുന്ന ഒരു കണക്ടർ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ടൈം ഫ്രെയിം കാണിക്കാൻ വേണ്ടി നമുക്ക് കണക്ടേഴ്സ് യൂസ് ചെയ്യാം. സബ്സിക്വന്റ്ലി പോലുള്ള കണക്ടേഴ്സ് നമുക്ക് ആ ഒരു ടൈം ഫ്രെയിമിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. മിസ്റ്റർ ജോൺ കംപ്ലൈന്റ് ഓഫ് സിവിയർ ഹെഡേക്ക്, full stop, subsequently he was prescribed പെയിൻ കില്ലേഴ്സ്. അപ്പം മിസ്റ്റർ ജോൺ എന്ന് പറയുന്ന പേഷ്യന്റ് ഭയങ്കര തലവേദന ഉള്ളതായിട്ട് പറഞ്ഞു, കംപ്ലൈന്റ് ചെയ്തു. അപ്പം സബ്സിക്വന്റ്ലി അതിനുശേഷം നമ്മൾ പെയിൻ കില്ലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തു. അപ്പോൾ മിസ്റ്റർ ജോൺ ആദ്യം സിവിയർ ഹെഡേക്ക് ആണെന്ന് കംപ്ലൈന്റ് ചെയ്തു, അതിനുശേഷം അങ്ങനെ അയാൾ കംപ്ലൈന്റ് ചെയ്തതിന് ശേഷം അതിനുശേഷം അല്ലെങ്കിൽ പിന്നീട് നമ്മൾ പെയിൻ കില്ലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തു. ഇപ്പൊ ഇവിടെ ആ ഒരു ടൈം ഫ്രെയിമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്സിക്വന്റ്ലി എന്ന് പറയുന്ന കണക്ടർ യൂസ് ചെയ്തു. ആദ്യം എന്ത് സംഭവിച്ചു, രണ്ടാമത് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കാൻ. ഓക്കെ, അതുപോലെ തന്നെ കോസ് ആൻഡ് എഫക്റ്റിനെ എങ്ങനെ നമുക്ക് കണക്ടേഴ്സ് വെച്ച് കാണിക്കാൻ പറ്റും? കോൺസിക്വന്റ്ലി പോലെയുള്ള കണക്ടേഴ്സിനെ ഉപയോഗിച്ച് നമുക്ക് കോസ് ആൻഡ് എഫക്ട് കാണിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മിസ്റ്റർ ജോൺ വാസ് അഡ്മിറ്റഡ് വിത്ത് ദ കംപ്ലൈൻസ് ഓഫ് ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് ആൻഡ് വീസിംഗ്. ഫുൾ സ്റ്റോപ്പ്. കോൺസിക്വന്റ്ലി ഹി വാസ് പ്രിസ്ക്രൈബ് ആന്റി ഹിസ്റ്റാമിൻസ്. അപ്പം മിസ്റ്റർ ജോണിനെ അഡ്മിറ്റ് ചെയ്തു. എന്തുകൊണ്ട്? എന്ത് കംപ്ലൈന്റുകൾ കൊണ്ട്? ഷോർട്ട്നെസ് ഓഫ് ബ്രത്തും വീസിംഗും മൂലം മിസ്റ്റർ ജോണിനെ അഡ്മിറ്റ് ചെയ്തു. കോൺസിക്വന്റ്ലി ഹി വാസ് പ്രിസ്ക്രൈബ് ആന്റി ഹിസ്റ്റാമിൻസ്. അപ്പം അതിനുശേഷം അല്ലെങ്കിൽ ഇന്ന പോലെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് കോൺസിക്വന്റ്ലി അത് കാരണം, അപ്പം ഈ വീസിംഗ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് ഉള്ളത് കൊണ്ട് അത് കാരണം അയാൾക്ക് ആന്റി ഹിസ്റ്റാമിൻസ് പ്രിസ്ക്രൈബ് ചെയ്തു. ഓക്കെ, ഇവിടെ ആ ഒരു കോസ് ആൻഡ് എഫക്ട് കാണിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ കോസ് ആൻഡ് എഫക്ട് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടൈം ഫ്രെയിം കാണിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ആ ഒരു കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടിയും ഒക്കെ നമുക്ക് ഇതുപോലെയുള്ള പല പല കണക്ടേഴ്സിനെ നമുക്ക് OET ലെറ്റേഴ്സിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. അതായത് എല്ലാ കണക്ടേഴ്സും നമുക്ക് OET ലെറ്റേഴ്സിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ആക്ച്വലി പറ്റില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. OET ലെറ്റേഴ്സിൽ നമ്മൾ OET ലെറ്റേഴ്സിൽ നമ്മൾ എഴുതുന്നത് ഒരു ഫോമൽ ലെറ്റർ ആണ്. ഒരു മെഡിക്കൽ പ്രൊഫഷണൽ മറ്റൊരു പ്രൊഫഷണലിന് അയക്കുന്ന ഒരു ഫോമൽ ലെറ്റർ ആണ് OET ലെറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അക്കാഡമിക് എസ്സൈസിലൊക്കെ യൂസ് ചെയ്യാറുള്ള അക്കാഡമിക് കണക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഫോർമൽ കണക്ടേഴ്സ്, ഔട്ട്ഡേറ്റഡ് കണക്ടേഴ്സ് ഒന്നും നമ്മൾ OET ലെറ്റേഴ്സിൽ ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. അക്കാഡമിക് കണക്ടേഴ്സ്,
ഇൻഫോർമൽ കണക്ടേഴ്സ് ആൻഡ് ഔട്ട്ഡേറ്റഡ് കണക്ടേഴ്സ് ഒരു കാരണവശാലും OET ലെറ്റേഴ്സിൽ ഉപയോഗിക്കരുത്. ഇനി അക്കാഡമിക് കണക്ടേഴ്സ് ഒക്കെ ഏതാണ്, അല്ലെങ്കിൽ ഇൻഫോർമൽ കണക്ടേഴ്സ് ഏതാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അക്കാഡമിക് മെയിൻ ആയിട്ടുള്ള അക്കാഡമിക് കണക്ടേഴ്സ് എന്ന് പറയുന്നത് ഫർദർ മോറും മോർ ഓവറുമാണ്. ഓക്കെ, നമ്മൾ IELTS SIസിലൊക്കെ ഫർദർ മോറും മോർ ഓവർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ OET ലെറ്റേഴ്സിൽ ഒരു കാരണവശാലും നമ്മൾ ഫർദർ മോറും മോർ ഓവറും യൂസ് ചെയ്യരുത്. കാരണം ഇത് അക്കാഡമിക് കണക്ടേഴ്സ് ആണ്. അതുപോലെ ഇൻഫോർമൽ കണക്ടേഴ്സ് എന്ന് പറയുന്നത് ബിസൈഡ്സ്, meanwhile, apart from that, later on, ആസ് വെൽ ആസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഫോർമൽ കണക്ടേഴ്സ്. അപ്പം ഈ പറഞ്ഞ ഇൻഫോർമൽ കണക്ടേഴ്സ് ഒന്നും OET ലെറ്റേഴ്സിൽ ഉപയോഗിക്കരുത്. ഞാൻ ഒന്നും കൂടെ പറയാം. ബിസൈഡ്സ്, meanwhile, apart from that, later on, ആസ് വെൽ ആസ്, ഇതൊക്കെ ഇൻഫോർമൽ ആയിട്ടുള്ള കണക്ടേഴ്സ് അല്ലെങ്കിൽ കണക്റ്റിംഗ് ഫ്രേസസ് ആണ്. ഇതൊന്നും OET ലെറ്റേഴ്സിൽ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് കണക്ടേഴ്സ് ആയ ഹെൻസ്, ദസ്, thereafter. ഓക്കെ, ഹെൻസ്, ദസ്, thereafter, ഈ 3 കണക്ടേഴ്സും ഔട്ട്ഡേറ്റഡ് ആണ്. ഇവയും OET ലെറ്റേഴ്സിൽ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പം ഈ 3 കാറ്റഗറീസിൽ പെടുന്ന കണക്ടേഴ്സ് ഒരു കാരണവശാലും നിങ്ങൾ OET ലെറ്റേഴ്സിൽ ഉപയോഗിക്കരുത്. ഇതല്ലാതെ ബാക്കി നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റ് പല കണക്ടേഴ്സും ഉണ്ട്. കോൺസിക്വന്റ്ലി, സബ്സിക്വന്റ്ലി, ഈവൻ ദോ, ഓൾ ദോ, therefore, however, ഇതുപോലെയുള്ള കണക്ടേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ ആൻഡ്, ഓൾസോ പോലെയുള്ള സിമ്പിൾ കണക്ടേഴ്സും നിങ്ങൾക്ക് OET ലെറ്റേഴ്സിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇനി സ്റ്റുഡൻസിന് ജനറൽ ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് ഒരു സ്റ്റുഡന്റ് ചോദിച്ചിരിക്കുന്നതാണ്, നമുക്ക് ഈ ബിക്കോസും സോയും ഒക്കെ OET ലെറ്ററിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. ആക്ച്വലി ബിക്കോസ് ആൻഡ് സോ ഈ 2 കണക്ടേഴ്സും അത്ര ഫോർമൽ കണക്ടേഴ്സ് അല്ല, ഇൻഫോർമൽ കണക്ടേഴ്സ് എന്ന് വേണം നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ബിക്കോസും സോയും OET ലെറ്ററിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസിന്റെ അതേ മീനിങ് ഉള്ള ഒരു കണക്ടറാണ് ഡ്യൂ ടു, ആൻഡ് അത് ഫോർമൽ ആണ്. അപ്പൊ ബിക്കോസ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് അവിടെ ഡ്യൂ ടു ഉപയോഗിക്കാം. അതുപോലെ തന്നെ സോ എന്ന് പറയുന്ന ഒരു കണക്ടറിന് പകരം നിങ്ങൾക്ക് therefore ഉപയോഗിക്കാം. അപ്പൊ ബിക്കോസും സോയും എന്ന് പറയുന്ന 2 കണക്ടേഴ്സിന് പകരം നിങ്ങൾക്ക് ഡ്യൂ ടുവും ഫോറും ഉപയോഗിക്കാം. അതുപോലെ മറ്റൊരു ഡൗട്ടാണ് ഫൈനലി, ലാസ്റ്റ്ലി ഒക്കെ ഉപയോഗിക്കാവുന്നുള്ളത്. അതും ഉപയോഗിക്കേണ്ട. ഫൈനലി, ലാസ്റ്റ്ലി എന്നീ 2 കണക്ടേഴ്സും OET ലെറ്റേഴ്സിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, പിന്നെ ഒരു സ്റ്റുഡന്റ് ചോദിച്ച ഡൗട്ടാണ്, നമ്മൾക്കൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ കണക്ടേഴ്സ് ഉപയോഗിക്കാമോ എന്നുള്ളത്. ഉപയോഗിക്കാം, ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമ്മൾക്ക് കണക്ടേഴ്സ് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഒരു സെന്റൻസിന്റെ മിഡിൽ, അതായത് നടുവ് ഭാഗത്തും നമുക്ക് കണക്ടേഴ്സിന് യൂസ് ചെയ്യാം. പക്ഷേ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ എല്ലാ കണക്ടേഴ്സും ഉപയോഗിക്കരുത്. ഈ ഓൾസോ, ആൻഡ് പോലെയുള്ള സിമ്പിൾ കണക്ടേഴ്സ് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. ഓക്കെ, ഓൾസോ, ആൻഡ്, പിന്നെ ബട്ട്, ഈ 3 കണക്ടേഴ്സ് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യരുത്. ഒരു സെന്റൻസിന്റെ മിഡിൽ ഭാഗത്ത് നിങ്ങൾക്ക് ഈ കണക്ടേഴ്സ് ഉപയോഗിക്കാം. ബാക്കി കണക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ ഈവൻ ദോ, അല്ലെങ്കിൽ ഓൾ ദോ, അല്ലെങ്കിൽ therefore, however, ഇതുപോലെയുള്ള എല്ലാ കണക്ടേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഒരു സ്റ്റുഡന്റ് ചോദിച്ച ഒരു ഡൗട്ടാണ്, നമ്മൾ ഒരു ലെറ്ററിൽ എത്ര കണക്ടേഴ്സ് യൂസ് ചെയ്യണം എന്നുള്ളത്. ആക്ച്വലി ഇതിനൊരു നമ്പർ ഒന്നുമില്ല. OET ഒരിടത്തും പറയുന്നില്ല നിങ്ങൾ ഇത്ര കണക്ടേഴ്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കണക്ടേഴ്സ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടും, കണക്ടേഴ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോകും എന്നൊക്കെയുള്ളത് ശരിക്കും തെറ്റായ ധാരണയാണ്. ഓക്കെ, OET ഒരിക്കലും നിങ്ങളുടെ ലെറ്ററിലെ കണക്ടേഴ്സ് എണ്ണി നോക്കാൻ പോകുന്നില്ല. 5 കണക്ടർ ഉണ്ട്, 4 കണക്ടർ ഉണ്ട്, അങ്ങനെയൊന്നും കൗണ്ട് ചെയ്ത് നോക്കുന്നില്ല. അവർ ഓവറോൾ നിങ്ങളുടെ ലാംഗ്വേജ് ആണ് നോക്കുന്നത്. അതായത് ആ ലെറ്ററിൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന നിങ്ങളുടെ റേഞ്ച് ഓഫ് വൊക്കാബുലറി എന്താണ്, ഡിഫറെന്റ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അതുപോലെ നിങ്ങളുടെ ആ ഒരു ലാംഗ്വേജ് ഒരു ഫോർമൽ ലെറ്ററിന് യോജിച്ച ലാംഗ്വേജ് ആണോ, ആൻഡ് നിങ്ങളുടെ ഈ ലെറ്റർ വായിച്ചാൽ ഒരു റീഡർക്ക് അല്ലെങ്കിൽ ഈ ലെറ്റർ വായിക്കുന്ന ഒരാൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് അവർ ജനറൽ ആയിട്ട് അസസ് ചെയ്യുന്നത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ജോൺറ ആൻഡ് സ്റ്റൈൽ എന്ന് പറയുന്ന അസസ്മെന്റ് ക്രൈറ്റീരിയയിൽ അവർ നിങ്ങൾക്ക് മാർക്ക് തരുകയും ചെയ്യും. അല്ലാതെ ഒരിക്കലും അവർ നിങ്ങളുടെ കണക്ടേഴ്സ് എണ്ണി നോക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കണക്ടേഴ്സ് കുറഞ്ഞു എന്ന് വിചാരിച്ച് മാർക്ക് പോകാനും പോകുന്നില്ല. അതുപോലെ തന്നെ കണക്ടേഴ്സ് കൂടുതൽ ആഡ് ചെയ്തെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ബോണസ് മാർക്ക് ഒന്നും കിട്ടാനും പോകുന്നില്ല. ഓക്കെ, മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം നിങ്ങൾ കണക്ടേഴ്സ് ആഡ് ചെയ്യുക. ഇത് OET അവരുടെ ഒരു ആർട്ടിക്കിളിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ കണക്ടേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. 2 ഐഡിയാസ് അല്ലെങ്കിൽ കുറച്ച് ഇൻഫർമേഷനെ ഒരുമിച്ച് കൊണ്ടുവരാൻ, ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് കണക്ടേഴ്സ് അല്ലെങ്കിൽ കണക്റ്റിംഗ് ഫ്രേസസ് ഉപയോഗിക്കാം. പക്ഷേ കണക്ടർ ഉപയോഗിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ കണക്ടർ ഉപയോഗിക്കരുത്. ഒരു സെന്റൻസിൽ നിന്ന് ഒരു കണക്ടർ എടുത്ത് മാറ്റി കഴിഞ്ഞാലും ആ സെന്റൻസിന് ഒരു കംപ്ലീറ്റ് മീനിങ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ സെന്റൻസിൽ ആ ഒരു കണക്ടറിന്റെ ആവശ്യമില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആ സിറ്റുവേഷന് യോജിച്ച ഫോർമൽ ആയിട്ടുള്ള കണക്ടേഴ്സ് നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ ഒരിക്കലും ഞാൻ ഫർദർമോർ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഫർദർമോർ അല്ല, therefore ഉപയോഗിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ therefore ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ however ഉപയോഗിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ however ഉപയോഗിക്കരുത്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണക്ടേഴ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്, അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. അപ്പം നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് കണക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്,
ആണ്. പിന്നെ OET-യിൽ മെയിനായിട്ട് നമ്മൾ കണക്റ്റേഴ്സ് ഉപയോഗിക്കുന്നതിൻ്റെ 3 പർപ്പസ് പറഞ്ഞു. ടൈം ഫ്രെയിം കാണിക്കാൻ, കോൺട്രാസ്റ്റ് കാണിക്കാൻ, അതുപോലെ തന്നെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് കാണിക്കാൻ അല്ലേ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, അതായത് അക്കാഡമിക് കണക്ടേഴ്സ്, ഇൻഫോർമൽ കണക്ടേഴ്സ് ആൻഡ് ഔട്ട്ഡേറ്റഡ് കണക്ടേഴ്സ് OET ലെറ്റേഴ്സിൽ ഉപയോഗിക്കരുത് എന്നുള്ളത്. ഏതൊക്കെയാണ് ഈ 3 കാറ്റഗറീസിലും വരുന്ന കണക്ടേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഫൈനലി, ലാസ്റ്റ്ലി അല്ലെങ്കിൽ ബിക്കോസ്, സോ പോലെയുള്ള കണക്ടേഴ്സ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. പിന്നെ ഒരു സെന്റൻസിന്റെ തുടക്കം അല്ലെങ്കിൽ ഒരു സെന്റൻസ് നിങ്ങൾക്ക് കണക്ടേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, പക്ഷെ ഒരിക്കലും ഓൾസോയും ബട്ടും ആൻഡും പോലെയുള്ള സിമ്പിൾ കണക്ടേഴ്സ് വെച്ച് നിങ്ങൾ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യരുത്. ഈ സിമ്പിൾ കണക്ടേഴ്സ് ഒക്കെ നിങ്ങൾക്ക് സെന്റൻസിന് മിഡിൽ ഭാഗത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ലെറ്റേഴ്സിലെ കണക്ടേഴ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ മാർക്കിനെ ബാധിക്കുന്ന ഒരു ഘടകമല്ല. കണക്ടേഴ്സ് കുറഞ്ഞെന്നും പറഞ്ഞ് മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. കൂടുതൽ കണക്ടേഴ്സ് ആഡ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ബോണസ് മാർക്കും നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങളുടെ ഓവറോൾ ലാംഗ്വേജ് ആണ് അസസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ കണക്ടേഴ്സ് റിലേറ്റഡ് ഈ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റ്സിലെല്ലാം നിങ്ങൾക്ക് ഒരു നല്ല ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കണക്ടേഴ്സ് എന്ന് പറയുന്ന ഈ ടോപ്പിക് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഐ വിൽ ഗോ ത്രൂ ദ കമന്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്കുള്ള ഡൗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ക്ലാരിഫൈ ചെയ്യാം. ഇനി എന്താണ് ജെന്യുവൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചൊരു എന്താണ് ഒരു സീരിയസ് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ആണെങ്കിൽ അത് റിലേറ്റഡ് നമുക്ക് ഒരു വീഡിയോയും കൂടെ ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് റിലേറ്റഡ് ടു OET. Okay, until then, bye, take care.